ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനയെ വിറപ്പിക്കുന്ന പ്രകടനമാണ് കേപ്പ് വെർദെ നടത്തിയിട്ടുള്ളത്. പക്ഷേ മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിൽ 2 ഗോളുകൾ നേടിക്കൊണ്ട് അർജന്റീന വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. ആവേശകരമായ ഒരു മത്സരമായിരുന്നു ഇത്. പക്ഷേ ഈ മത്സരം അർജന്റീൻ ആരാധകർക്ക് നല്ല ടെൻഷനാണ് സമ്മാനിച്ചത്. മാത്രമല്ല പല ആശങ്കകളും ഇപ്പോൾ ബാക്കിയാണ്. മത്സരത്തിൽ പല അർജന്റീൻ താരങ്ങളും മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. മികവ് തെളിയിച്ച കുറച്ച് താരങ്ങൾ മാത്രമാണ് ഉള്ളത്. ബാക്കി പല താരങ്ങളുടെയും കാര്യത്തിൽ ആരാധകർക്ക് ആശങ്കയുണ്ട്. ഇതേക്കുറിച്ച് സ്കലോണി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ടീമിനകത്ത് അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം സ്കലോണി ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് താൻ താരങ്ങളോട് സംസാരിക്കുമെന്ന് സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ടീം ഇനിയും പുരോഗതി കൈവരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. സ്കലോണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ നല്ല പോരാട്ട വീരം കാഴ്ചവെച്ച് മത്സരത്തിൽ വിജയം നേടി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇപ്പോഴും പല കാര്യങ്ങളും ശരിയാക്കാനുണ്ട്. ഞങ്ങൾ നന്നായി കളിച്ചുവോ മോശമായി കളിച്ചുവോ എന്നുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്യും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഈ ടീം ഒരിക്കലും ഭയക്കാറില്ല. മത്സരത്തിലെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് ഞാൻ താരങ്ങളോട് സംസാരിക്കും. പോസിറ്റീവുകൾ ഞങ്ങൾ തുടരുകയും ചെയ്യും. ടീം ഒരിക്കലും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. ഞങ്ങൾ ഗോളുകൾ വഴങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷേ മത്സരത്തിൽ ഉടനീളം അറ്റാക്ക് ചെയ്യാനും വിജയം നേടാനും വേണ്ടിയായിരുന്നു ഞങ്ങൾ ശ്രമിച്ചിരുന്നത്. ഞങ്ങൾ ഇനിയും ഇംപ്രൂവ് ആവേണ്ടതുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കണം. പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ കഠിനമായ സമയത്തും ടീം നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ മത്സരത്തിൽ അർജന്റീന നല്ല രൂപത്തിൽ ഫൈറ്റ് ചെയ്തു, കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. അത് ഒരു പോസിറ്റീവായി കൊണ്ടാണ് ഇപ്പോൾ സ്കലോണി എടുക്കുന്നത്. പക്ഷേ മത്സരത്തിൽ നെഗറ്റീവ് വശങ്ങൾ ഉണ്ട്, ഇംപ്രൂവ് ആവേണ്ടതുണ്ട്. അതേക്കുറിച്ച് താരങ്ങളോട് ഇനി സംസാരിക്കും എന്നാണ് ഇപ്പോൾ അർജന്റീനയുടെ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇനി അർജന്റീനയുടെ എതിരാളികൾ ഈജിപ്താണ്. ജൂലൈ 7-ാം തീയതി രാത്രി ഇന്ത്യൻ സമയം 9:30 അർജന്റീനയും ഈജിപ്തും തമ്മിലുള്ള മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.